അസ്സലാമലൈക്കും. എൻ്റെ പേര് സൈനബ. ഞാൻ UAE-യിലുള്ള ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന UAE ഗവൺമെൻറ് അപ്രൂവൽ ചെയ്തിട്ടുള്ള 4 കാർഡുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോസുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. അപ്പോൾ ഈ 4 കാർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വരുന്നത് POD കാർഡ്, 2 സന്നദ്ധ് കാർഡ്, 3 MOCD കാർഡ്, 4 EHS ഹെൽത്ത് കാർഡ്. ഇങ്ങനെ 4 തരത്തിലാണുള്ളത്. അപ്പോൾ ഇതിനെല്ലാം മാൻഡറ്ററി ആയിട്ട് വേണ്ടത് ഒന്ന് എമറൈസ് ID, 2 മെയിൻ മാൻഡറ്ററി ആയിട്ടുള്ളത് എന്നാൽ നമ്മൾ ദുബായ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ദുബായ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോർമൽ ഹോസ്പിറ്റലിൽ നിന്നല്ല വേണ്ടത്, നമുക്ക് ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് വേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ദുബായ് ഹെൽത്തിൽ പോവുക. അവിടെ പോയിട്ട് ഡിസബിലിറ്റി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഉള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണിച്ചിട്ട് പറയുക എനിക്ക് POD കാർഡിന് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് അതിനുള്ള റിസൾട്ട് ഇതെല്ലാം വന്ന് എക്സ്റേ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ കിട്ടൂല, വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ. പിന്നെ അവിടെ പറഞ്ഞാൽ ചെറിയൊരു ഫീസ് ഉണ്ട്, നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ഫീസ് എമൗണ്ട് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ കവറാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് വരേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ കസ്റ്റമർ സർവീസ് ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാണ്ട് കൊടുക്കാം. എന്നിട്ട് അവർ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മെയിൽ IDയിലേക്ക് എന്ത് ചെയ്യും, ചെയ്ത് തരും. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ POD കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതാണ് ഞാൻ പറയുന്നത്. POD കാർഡ് അപ്ലൈ ചെയ്യാൻ മിനിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് എന്നുള്ള സൈറ്റിൽ പോയിട്ട്, അതായത് MOCE എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിൽ സർവീസ് ഒന്നുണ്ടാവും, അതിൽ ചെയ്ത് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലേക്ക് മാൻഡറ്ററി ആയിട്ടുള്ള UA പാസ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിൽ UA പാസിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആക്റ്റീവ് ആക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെസ്സേജ് വരും. അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ ആയി എന്നുള്ളത്. അത് നിങ്ങൾക്ക് പോസിറ്റീവായി ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് ഈ കാർഡ് വരുന്നതാണ്, ഈ POD കാർഡ്. ഇപ്പോൾ ഈ POD കാർഡ് സപ്പോസ് വരാൻ ഡിലേ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UA പാസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ. ഇത്രയാണ് POD കാർഡിനുള്ളത്. POD കാർഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ജനറൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും. അതായത് UAE-യിലുള്ള RTA ബസ്, അതുപോലെ തന്നെ ടാക്സി, അതുപോലെ തന്നെ മെട്രോ, റാം, ഇങ്ങനത്തെ RTA സർവീസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡിസ്കൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട്. വെഹിക്കിൾ രജിസ്ട്രേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈസൻസ് എടുക്കൂലേ, അതിനും ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് POD കാർഡിൻ്റെ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സന്നദ്ധ് കാർഡാണ്. സന്നദ്ധ് കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതായത് CDA. ഇതാണ് ഇവരുടെ സൈറ്റാണ്, ദുബായിൻ്റെ സൈറ്റാണ്. നമുക്ക് എന്ത് ചെയ്യണം, UAE-ൻ്റെ ഈ സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണം, സന്നദ്ധ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ 4ലേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാൻഡറ്ററി ആണ്. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ UA പാസിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം ബാക്കി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, ഇപ്പോൾ സന്നദ്ധ് കാർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ എമറൈസ് ID, പാസ്പോർട്ട് സൈസ്, ഇത് എല്ലാത്തിലേക്കും ഇതേ സെയിം തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ POD കാർഡിലേക്കാണെങ്കിലും സന്നദ്ധ് കാർഡിലേക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ MOCD കാർഡിലേക്കാണെന്നുണ്ടെങ്കിൽ EHSൻ്റെ കാർഡിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമറൈസ് ID ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം മാൻഡറ്ററി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ വെച്ചാണ്ട് വേണം ആപ്ലിക്കേഷൻ ചെയ്യാൻ. പിന്നെ എന്നാൽ ഈ സന്നദ്ധ് കാർഡിൽ വരുന്നത് എന്താ വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പാർക്കിംഗ് പെർമിറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സാലിക് ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ദുബായിലുള്ള ചില ഏരിയയിലുള്ള ഡിസ്കൗണ്ട് പരമായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ദുബായ് ഫ്രൈമതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിസ്കൗണ്ട് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞാൽ MOCD കാർഡാണ്. ഈ MOCD എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ MOCDൻ്റെ ഫുൾ ഫോം മിനിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഇതാണ് MOCDൻ്റെ ഫുൾ ഫോം. നേരെ ഈ സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇതും സെയിം പ്രോസസ്സിങ് തന്നെയാണ്. എമറൈസ് ID, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, UA പാസിൻ്റെത് ഇതെല്ലാം കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പ്രിയോറിറ്റി ഗോൺ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട്, ഹെൽത്ത് കെയറിലുള്ള ഇതുണ്ട്, അതുപോലെ ടെലി കമ്മ്യൂണിറ്റി, അതായത് ഇതൊക്കെ അല്ലേ, ഇതിലേക്കുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഈ POD-യിലും ഉണ്ട്, സന്നദ്ധയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, എല്ലാ ബെനിഫിറ്റ്സിലും ഉണ്ട്. പക്ഷേ
MOCD പറഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കൂടുതലാണ്. അതായത് പ്രയോറിറ്റി ഇതുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഹെൽത്തിലുണ്ട്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിലേക്കുണ്ട്. പിന്നെ അതുപോലെ സ്പെഷ്യൽ പാർക്കിംഗ് പെർമിറ്റ് കിട്ടും. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എമിറൈറ്റ്സ് ID ആൻഡ് പാസ്പോർട്ടൊക്കെ റിന്യൂവൽ ചെയ്യില്ലേ, അതിലേക്ക് വരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ EHS ഹെൽത്ത് കാർഡ്. ഈ EHS ഹെൽത്ത് കാർഡ് നോർമലി കിട്ടില്ല UAE പൗരന്മാർക്കാണ്. ഇത് EHSന്റെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനും സെയിം പ്രോസസ്സിംഗ് തന്നെയാണ്. എമിറൈറ്റ്സ് ID ആൻഡ് പാസ്പോർട്ട്, ഫോട്ടോ ആൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് വേണ്ട ഡോക്യുമെൻറ്റ്സ്. പിന്നെ പറഞ്ഞാൽ ഇതിന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 20% ഡിസ്കൗണ്ട് പ്രൈവറ്റ് ഇൻഷുറൻസിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി കെയറിങ്ങിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ കെയർ, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ താമസം ഉണ്ടല്ലോ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ, അതിൽ വരെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ മെറ്റർണിറ്റി, അതായത് പ്രസവാന്തര ട്രീറ്റ്മെൻറ്റിന് വരെ ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ അതിന് മെൻ്റൽ ഹെൽത്ത് പരമായിട്ട്, അതായത് മാനസികാരോഗ്യമായിട്ടുള്ള ചില കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് വെബ്സൈറ്റിലാണ്, അതായത് ehs.government.ae ഇതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെ കാർഡ് എന്നുള്ളത് POD കാർഡ്, സന്നദ്ധ് കാർഡ് ആൻഡ് MOCD കാർഡ് ആൻഡ് EHS ഹെൽത്ത് കാർഡ്. ഇത്രയും 4 കാർഡുകളാണ് എന്താ ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സണിന് UAE ഗവൺമെൻറ് അംഗീകരിച്ച് കൊടുക്കുന്നത്. ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞത്. നോർമലി കാര്യത്തിൽ ഹെൽത്ത് കാർഡിനൊക്കെ ആ കാർഡ് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളുണ്ടാവുമല്ലോ, ഇപ്പോൾ ബസ് ആവട്ടെ, ടാക്സി ആവട്ടെ, റാം ആവട്ടെ, പിന്നെ അതുപോലെ ബോട്ട് സർവീസ് ആവട്ടെ, ഇതിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ POD കാർഡ് കിട്ടിയതിന് ശേഷം, POD കാർഡ് ആവട്ടെ സന്നദ്ധ് കാർഡ് ആവട്ടെ, ഈ 2 കാർഡിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോസ്റ്റായി വന്ന് ഡിലേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UAE പാസിൽ അപ്ഡേറ്റ് ആവും. ഈ അപ്ഡേറ്റ് ആയ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, RTA കസ്റ്റമർ ഹാപ്പിനെസ് സെൻറ്ററിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അതിൽ നോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നോൾ കാർഡിൻ്റെ സെക്ഷൻ വരും. അതിൽ നോൾ ചൂസ് ദ നോൾ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്ത് പേഴ്സണൽ കാർഡ്. അതാണ് നമ്മൾ എന്ത് ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന കാർഡ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പേഴ്സണൽ കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ നൗ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ ആൻഡ് എമിറൈറ്റ്സ് ID ആൻഡ് എന്ത് ചെയ്യുക, നിങ്ങളുടെ POD കാർഡ് അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. വിത്തിൻ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അതിലേക്ക് വരും. അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും റെഗുലർ ആണോ പാസിങ് എങ്ങനെ വേണ്ടതെന്നുള്ളത്. അപ്പോൾ റെഗുലർ ആണെങ്കിൽ റെഗുലർ ക്ലിക്ക് ചെയ്യുക, ഡെയിലി പോകുന്നവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഏത് കാറ്റഗറിയിലുള്ള, അപ്പോൾ ഡിസബിലിറ്റി എന്ന് എഴുതുക, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളതുണ്ടാവും, അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്നുള്ളതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ്, അതിനുശേഷം ഡോക്യുമെൻറ്റ്സ്, അതിനുശേഷം സബ്മിറ്റ്. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് RTAൻ്റെ സൈറ്റിൽ കയറിയിട്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം RTMS എങ്ങനെയാണെന്നുള്ളത് കാർഡ്. അപ്പോൾ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കാർഡാണ്. അപ്പോൾ അതുപോലെ നല്ല കവർ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, RTA അത് പ്രൊവൈഡ് ചെയ്യും. അതിൽ കാർഡിൽ എങ്ങനെയാ വെച്ചാൽ ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് വരുന്ന കാർഡ് എന്താ ഇതുപോലെ ആയിരിക്കും. ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ള ഒരു കാർഡ് ആയിക്കാരം. ഇത് വെച്ചാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷനിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ RTAൻ്റെ കാർഡിൽ നമുക്ക് വന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. RTAൻ്റെ ബസ്, അതുപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള ബസ്സിൽ, അതുപോലെ ദുബായ് മെട്രോ, റാം, അതുപോലെ ഇൻ്റർസിറ്റി ബസ്, ദുബായ് ടാക്സി, മെയിൻ ട്രാൻസ്പോർട്ട് മോഡ്, പിന്നെ അതേപോലെ തന്നെ പെയ്ഡ് പബ്ലിക് പാർക്കിങ്ങിൽ വരെ നമുക്ക് എന്തെങ്കിലും ഇതിൽ വെച്ചാണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഫോർ ഷോപ്പിംഗ് ഡിഫറൻസ് മെഷീൻ, അതായത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന ചില ഇതിൽ ഷോപ്പിങ്ങിൽ നമുക്ക് ഈ ഡിസ്കൗണ്ട് കാർഡ് കിട്ടുന്നുണ്ട്, ഇതിൽ വെച്ചാണ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പെട്രോൾ സ്റ്റേഷന്, അതുപോലെ തന്നെ സ്റ്റോർ, ഇത്രയെല്ലാം നമുക്ക് എന്ത് ചെയ്യണേ ഈ RTAൻ്റെ കാർഡ് വെച്ചാണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇതിൻ്റെ സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്താണ്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതുമാണ്.